എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു ഗോതമ്പ് റവയാണ്. ഇതിന് ഡലിയ എന്നാണ് പറയുക. നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന ഡലിയ കിച്ചടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് റവ എടുത്തു, ഡലിയ എടുത്തു. പിന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ്. അത് കഴുകി കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതലായ മാതിരി തോന്നുന്നുണ്ട്. 1/2 കപ്പ് എടുത്തു. പിന്നെ ഉള്ളത് വെജിറ്റബിൾസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം, ഒരു ചെറിയ സവാള, ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തു. വേണമെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം, അല്ലെങ്കിൽ വേറെ വെജിറ്റബിൾസൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസ് ഇവിടെ ഫ്രഷ് ഇല്ല, അതുകൊണ്ട് ചേർക്കുന്നില്ല കേട്ടോ. ഒരു കുക്കർ ചൂടായതിനു ശേഷം അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. 1 ടേബിൾ സ്പൂൺ തന്നെ ഓയിലും ഒഴിച്ചു കൊടുക്കുക. കുക്കിംഗ് ഓയിൽ എന്തായാലും ചില സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും മതി. അതിനുശേഷം കുറച്ച് ജീരകം ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. കുറച്ച് കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂക്കട്ടെ. ജീരകം നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായി ഫ്രൈ ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത്. നന്നായി വഴണ്ട് വരുന്ന ഇതിലേക്ക് ഗോതമ്പ് റവ, അതായത് ഡലിയ വീറ്റ് ഇട്ട് കൊടുക്കുക. അടുത്തതായി ചെറുപയർ പരിപ്പും ഇട്ട് കൊടുക്കുക. കഴുകിയതാണ്. ചെറുപയർ പരിപ്പും ഡലിയയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ കപ്പിന് നമ്മൾ ഡലിയ എടുത്ത അതേ കപ്പിന് 4 കപ്പ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക, പിന്നെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഡലിയ റെഡിയായി. ഇത് കുറച്ചൊന്ന് കുഴഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും അറിയില്ല, എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. സൂപ്പർ ടേസ്റ്റി ഡലിയ കിച്ചടി റെഡിയായി. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടോ കിച്ചടി? കിച്ചടി സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി ഉണ്ടാക്കാം അല്ലേ? വെരി ഗുഡ്.